സമയം വൈകിയത്. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ ആഞ്ഞടിച്ചു നടത്തിയ പത്രസമ്മേളനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയും ശൈലിയും അതുപോലെ തിരിച്ച് മറുപടി പറയാൻ എനിക്കാവില്ല. എന്റെ വ്യക്തിത്വം, എന്റെ വ്യക്തിപരമായ സംസ്കാരവും ഞാൻ ഇരിക്കുന്ന ഒരു കസേരയുടെ മഹത്വം ഒരു പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് താങ്ങാൻ എന്നെ അനുവദിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് മാന്യമായി അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോട് ഞാൻ ഒന്ന് പ്രതികരിക്കുകയാണ് നിങ്ങളെ മുമ്പിൽ. ആ ആരോപണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വികാരം മനോരമയിൽ വന്ന എന്റെ ഒരു അഭിമുഖമാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഞാൻ പറയാം, ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ബ്രണ്ണൻ കോളേജിലിട്ട് ചവിട്ടി താഴെയിട്ടു എന്നൊന്നും അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചത് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാനത് പ്രതികരിച്ചതും അതേക്കുറിച്ച് പറയേണ്ടെന്നും അതേക്കുറിച്ച് എഴുതണ്ടെന്നും അത് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നും. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കത് അറിയാൻ വേണ്ടിയാണ്, പ്രസിദ്ധീകരിക്കില്ല, ഒരു കാരണവശാലും അത് റിപ്പോർട്ടിംഗിൽ ഈ വാർത്തയിൽ വരില്ല എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷം ആ സംഭവത്തിന്റെ ഒരു വിശദീകരണം ഞാൻ പേഴ്സണലായി ഓഫ് ദ റെക്കോർഡ് എന്ന് അടിവരയിട്ട് 3 വട്ടം അടിവരയിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ വസ്തുത ഒരു ചതിവിന്റെ ശൈലിയിൽ അഭിമുഖത്തിൽ ചേർത്തതിന്റെ കുറ്റം എനിക്കല്ല, അത് മാധ്യമ പ്രവർത്തനത്തിന് അപമാനകരമായ ഒരു നടപടിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ചൂടാക്കാനൊന്നും ഒരു താല്പര്യമില്ല. പിണറായി വിജയനും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പും പിണറായിയെ എനിക്കറിയാം, എന്നെ പിണറായി എന്ന് പറയാം. എനിക്ക് പിണറായി വിജയനെ ചവിട്ടിയിട്ട് എനിക്കൊരു വലിയ അഭ്യാസിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ബോധവും മനസ്സും ആഗ്രഹവും എന്റെ മുന്നിലില്ല. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് വ്യക്തിപരമായി. പക്ഷേ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ടവർ അർഹതപ്പെട്ട സ്ഥാനത്തിരിക്കണം. അർഹതപ്പെട്ടവർ പ്രതികരിക്കേണ്ടുന്ന അന്തസ്സിനും ആഭിജാത്യത്തിലും അർഹതപ്പെട്ടവർ പ്രതികരിക്കണം. ഇത്രയും സംസ്കാരഹീനമായ ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതായിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പദ്ധതി ഇട്ടുവന്നു. ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, ഒരു സ്വാനുഭവം, സ്വന്തം അനുഭവം, വിങ്ങിത്തുടിക്കുന്ന ഒരു സ്വന്തം അനുഭവം പങ്കുവെക്കാൻ എഴുതി വായിക്കണം. ഞാനിപ്പോ എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതിയിട്ടല്ല. മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ ആ ചോദ്യത്തിന് അനുസൃതമായ പേപ്പർ, എഴുതി വെച്ച പേപ്പർ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം രാമായണം വായിക്കും പോലെ അദ്ദേഹം വായിക്കുന്നു. ഞാൻ ചോദിക്കുന്നു സ്വന്തം അനുഭവം ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ എഴുതി വായിച്ച അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായി കാണുക ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മരിച്ചുപോയ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ഫിനാൻഷ്യറും എന്നോട് പറഞ്ഞു വരുന്നു. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്ത് ഫിനാൻഷ്യലാണ്?
ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും. ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും, പൊതുപ്രവർത്തകന്മാർക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകും. പക്ഷേ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഉണ്ടായിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് അദ്ദേഹത്തോട്. ആ മരിച്ച ആൾക്ക് പേരില്ലേ, ഊരില്ലേ, അഡ്രസ്സില്ലേ? ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞ ആളാരാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസിൽ പരാതി കൊടുത്തില്ല? സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു ഒരു അധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം അറിയിക്കുക അറിയാ? പോലീസിലല്ലേ? പോലീസിന് പരാതി കൊടുത്തോ? പിണറായി എന്തുകൊണ്ട് കൊടുത്തില്ല? ആരോടും അദ്ദേഹം പറഞ്ഞില്ല. എന്നാ പറഞ്ഞത്. ഭാര്യയോട് പോലും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഒരു മക്കൾക്ക് ഭീഷണിയുണ്ടെന്ന് വിവരം കിട്ടിയാൽ ആദ്യം അത് പങ്കുവെക്കുക അമ്മമാരോട്, ഭാര്യമാരോടാണ്. എന്തേ? ആ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഏറെ സമയവും ആ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്നത് മാതാവാണ്. മാതാവോട് പറയണ്ടേ കുട്ടികൾക്ക് ഇത്രയും ഒരു ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം എന്ന് ആരും പറയില്ലേ? പറഞ്ഞില്ല എന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ല, അത് മനസ്സിൽ വെക്കുക, എന്നിട്ട് കുറെ കഴിയുമ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ എതിരാളിക്കെതിരെ വിനിയോഗിക്കുക. എന്നിട്ട് പറയാ അയാൾ മരിച്ചുപോയി, പേര് പറയുന്നില്ല, അദ്ദേഹം സുധാകരന്റെ ഒരു സാമ്പത്തിക സഹായിയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവ്യക്തമായ സൂചനകൾ ഒരു മുഖ്യമന്ത്രിയുടെ കസേരക്കും ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സിനും യോജിച്ചതല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തെ തട്ടിപ്പ് പരാതി എന്ന എനിക്ക് വിദേശ കറൻസി ഇടപാടുണ്ടെന്ന ഇതാരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 വർഷം ഈ സംസ്ഥാനത്ത് സാമ്പത്തിക ഇടപാടിലുടനീളം അഴിമതിയും സ്വജനപക്ഷപാതവും വെച്ച് പുലർത്തി പ്രവർത്തിച്ച ഒരു മന്ത്രി. വിദേശ കറൻസി ഇടപാട് ഞാനല്ല നടത്തിയത്. വിദേശ കറൻസി ഇടപാട് നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. നിങ്ങൾക്കെല്ലാം അറിയില്ലേ? ഡോളർ തട്ടിപ്പ് നിങ്ങൾക്കറിയില്ലേ? ഞാൻ സ്മഗളറാണെന്നാ പറയുന്നത്. സ്മഗ്ലിംഗ് നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ ആരാ സ്മഗ്ലിംഗ് നടത്തിയത്? ഭരണത്തിന്റെ സർവ സന്നാഹങ്ങളുടെയും പിൻബലത്തോടുകൂടി ഇവിടെ സ്മഗ്ലിംഗ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ വലം കൈയായി നടന്ന സ്വപ്ന സുരേഷാണ്. 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു വനിതയെ ഉന്നത ശ്രേണിയിലിരുത്തി 3 ലക്ഷം രൂപ ശമ്പളം നൽകി 4 വർഷം കൂടെ കൊണ്ടു നടന്നിട്ട് മാധ്യമങ്ങൾ ആരാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ലെന്ന് ഈ സംസ്ഥാനത്തെ വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. ആർക്കെങ്കിലും പറയാൻ തോന്നുമോ? ഐടിയുടെ സകല കോൺഫറൻസിലും സ്വാഗതം പറയുന്നത് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനിലും സർവ സാന്നിധ്യം സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. തിരിച്ചു വരുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. താമസിക്കുന്ന ഹോട്ടലിൽ സ്വപ്ന സുരേഷ് താമസിക്കുന്നു. 4 വർഷം കൂട്ടിക്കൊണ്ട് നടന്നിട്ട് ആരാണ് സ്വപ്ന സുരേഷ് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഏത് സ്വപ്ന, ഏത് സുരേഷ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ വിശ്വസിക്കുമോ? ആർക്കാണ് അങ്ങനെ പറയാൻ സാധിക്കും?
എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ സാധിച്ചു? അപാരമായ തൊലിക്കെട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു കള്ള വസ്തുത, കള്ള വാർത്ത പ്രചരിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾ പരിശോധിക്കണം. മണൽ മാഫിയുമായി എനിക്ക് ബന്ധമുണ്ട്, അന്വേഷിക്കണം മുഖ്യമന്ത്രി. മണൽ മാഫിയുമായി ബന്ധമുള്ളവരാണ് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഞാനെങ്കിൽ അന്വേഷിക്കണം. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ? നിങ്ങൾക്ക് എനിക്കെതിരെ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ഗവൺമെന്റിന്റെ തലവനാണ് താങ്കൾ. സാമ്പത്തിക കുറ്റവാളിത്തമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധങ്ങളുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധം എനിക്കല്ല, ജസ്റ്റിസ് സുകുമാരൻ അടക്കം പറഞ്ഞത് നിങ്ങൾക്കാണെന്ന് വെടിയുണ്ട കണ്ടെടുത്തപ്പോ അതിനോടുള്ള സുകുമാരന്റെ കമന്റിനെതിരെ മാനനഷ്ട കേസുമായി കോടതിയിൽ പോയപ്പോ ആ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടി പിണറായി ഓർമ്മയുണ്ടോ? ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ചു ആ മാഫിയ ബന്ധമുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്ന് ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. ആരാണ് മാഫിയ? വെടിയുണ്ട ആരിൽ നിന്നാ പിടിച്ചത്? എന്നിൽ നിന്നല്ല, പിണറായി വിജയനിൽ നിന്നാ. എന്തിനാണ് വിജയൻ ഉണ്ട കൊണ്ട് നടന്നത്? പുഴുകി തിന്നാനാണോ? അല്ലല്ലോ. വെടിയുണ്ടെങ്കിൽ തോക്കുണ്ടാവൂലോ. അപ്പൊ തോക്കുമായി നടക്കുന്ന, വെടിയുണ്ട പേരിൽ നടക്കുന്ന പിണറായി വിജയനാണോ മാഫിയ? അതല്ല, ഇതുവരെ ഒരു തോക്കും വാങ്ങാത്ത, ഉപയോഗിക്കാത്ത ഞാനാണോ മാഫിയ? ജനം വിലയിരുത്തട്ടെ, ഈ നാട് വിലയിരുത്തട്ടെ. ചിലക്കൽ രാജാസ് സ്കൂളിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തു, പാർട്ടി ഫണ്ട്, കക്ഷികളുടെ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു, DCC ആഫീസിന്റെ പണം മിസ്യൂസ് ചെയ്തു. ഇതൊക്കെ അന്വേഷിക്കാൻ പിണറായി വിജയൻ വേണ്ട. അതിന് എന്റെ പാർട്ടിയുണ്ട്, എന്റെ പാർട്ടി എവിടെയുണ്ട്. ഇതിനെ കുറിച്ച് ആരെങ്കിലും പിണറായി വിജയന് പരാതി വന്നാൽ നിങ്ങൾ അന്വേഷിക്കണം, പോലീസിനെ വെച്ച് അന്വേഷിക്കണം. നടപടിയിൽ വസ്തുതയുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യണം. നട്ടലുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. അല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സിനെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രീയ വിദ്വേഷവും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. തുറന്ന മനസ്സ് ഒരു മുഖ്യമന്ത്രിക്ക് വേണം, ശുദ്ധമായ മനസ്സ് മുഖ്യമന്ത്രിക്ക് വേണം. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി നടത്താൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ജനങ്ങൾ അതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മമ്മലം ദിവാകരനെ കൊല്ലാനയച്ചു ഞാൻ ആളെ. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച തുക ഞാൻ ദുരുപയോഗം ചെയ്തു. കണ്ണൂരിൽ വന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവിടെ നിങ്ങൾ വെട്ടിക്കൊന്ന, CPM വെട്ടിക്കൊന്ന, പിണറായി വിജയന്റെ നിർദ്ദേശത്തിൽ വെട്ടിക്കൊന്ന എത്ര രക്തസാക്ഷികളുണ്ടോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, കുടുംബസഹായ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, വീട് വേണ്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എവിടെയും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അത്തരമൊരു സുരക്ഷിതത്വമുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കണ്ണൂരിൽ എന്നെ സംബന്ധിച്ച് അത് സത്യമായും സക്രിയമായും നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ വസ്തുതയൊക്കെ മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാം. ഇന്ത്യൻ കോളേജില് പഠിക്കുന്ന കാലത്ത് CH മുഹമ്മദ് കോയയുടെ പരിപാടി കലക്കി എന്നാണ് മറ്റൊരു ചാർജ്. അതിന്റെ അകത്ത് എവിടെയോ ടാർഗറ്റ് വെച്ചാണ് ആ മർമ്മ പ്രയോഗം എന്നെനിക്കറിയാം. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങില്ല. CH മുഹമ്മദ് കോയ ഇന്ത്യൻ കോളേജിൽ വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ എതിർ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെയല്ല, അദ്ദേഹത്തിന്റെ ആ ഫംഗ്ഷനെതിരെ. അതല്ലാതെ
മുഹമ്മദ് കോയയെ വ്യക്തിപരമായി അപമാനിക്കുന്നതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ പിണറായി വിജയൻ ഈ ബ്രണ്ണൻ കോളേജിൽ എന്നെ നഗ്നനായി ബ്രണ്ണൻ കോളേജിൽ നടത്തിയിട്ടുണ്ട്. എന്തോ ദുസ്വപ്നം കണ്ടാണ് അദ്ദേഹം എന്ന് പത്രസമ്മേളനം നടത്തിയത്. അന്നത്തെ ബ്രണ്ണൻ കോളേജിൽ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്കറിയാലോ, എന്റെ കണ്ണമ്പർ ഓറിയൻസായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃബന്ധം എനിക്കിപ്പോഴുമുണ്ട്. അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിണറായി മാറുമോ? ഒരാള് പറയട്ടെ, SFI എന്ന് പറയുന്ന ഒരു സംഘടന അന്ന് അവിടെ നാമമാത്രമാണ്. സോറി, SFI, KSFI അല്ലെ, KSF നാമമാത്രമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കൊല്ലം അവിടെ KSFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സഖാബ് ഭാരതിയ. 35 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവരാണ് CH മുഹമ്മദ് കോയയുടെ പരിപാടി സംരക്ഷിച്ചത് KSU ഗുണ്ടായുസത്തിൽ നിന്ന്. AK ബാലൻ അവിടെ വന്നത് എപ്പോഴാ? AK ബാലൻ അവിടെ വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 സാധ്യത. മമ്പലം ദിവാകരൻ അവിടെ വന്നത് എപ്പോഴാ? 71 മമ്പലം ദിവാകരൻ ബ്രണ്ണൻ കോളേജിലേക്ക് വന്നത്. പിണറായിയുമായുള്ള സംഘട്ടവും ഒക്കെ 67 സംഭവ, 67 സംഭവം. ഞാൻ ഫസ്റ്റ് TC വിദ്യാർത്ഥി. ഇവരൊക്കെ എന്റെ പിൻഗാമികളാ, AK ബാലനും മമ്പലം ദിവാകരനും ഒക്കെ. പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വന്നു എന്നൊരു യാഥാർത്ഥ്യം, അവിടെ സംഘർഷം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ ചിത്രം മനോരമയിൽ വന്ന വാർത്ത, അതൊരു സത്യം. പക്ഷേ അത് അങ്ങനെ പരസ്യമായി പ്രചരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാത്ത ഒരു സംഭവം പത്രപ്രവർത്തകന്റെ തെറ്റായ നടപടി കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. അത് പിടിച്ച് എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഞാൻ എല്ലാ തരത്തിലും നിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും മണൽ മാഫിയ, ഏതെങ്കിലും സാമ്പത്തിക മാഫിയ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഗുണ്ടായിസത്തിന്റെ ഗ്രൂപ്പുകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ആ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ അതിന് എല്ലാ പിന്തുണയും പിൻബലവും എന്റേതുണ്ടാകും എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കാം. പിണറായി കോവിഡ് വാർത്താ സമ്മേളനത്തിൽ വിമർശിക്കുകയായിരുന്നു. ബ്രണ്ണൻ കോളേജിൽ വെച്ച് പിണറായി വിജയനെ കണ്ടതും ഞാൻ ഒരു പത്രക്കാരും ഞാൻ ഒരു മാധ്യമത്തും വാർത്ത കൊടുക്കാനായി ഒരു വാർത്ത ഞാൻ കൊടുത്തിട്ടില്ല. ഈ വാർത്ത 4-5 വർഷത്തിന് മുമ്പ് കോട്ടയത്തിൽ നിന്ന് ഉയർന്നു വന്ന വാർത്തയാണ്. ഇതുപോലെ ഒരു KSUവിന്റെ പ്രവർത്തകനായിരുന്ന പത്രപ്രവർത്തകൻ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു എന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന് വന്നതാണ്. ഇതുപോലെ അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ വാർത്ത വേണ്ട, ആ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ എനിക്കിത് അറിയാനാണ്, താല്പര്യപ്പെടാണ്, ഞാൻ പഴയ KSU അല്ലേ എന്ന് പറഞ്ഞപ്പോ ആ നടന്ന സംഭവം അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അതിനകത്ത് ചെറിയ തിരുത്തു വരുത്തി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതൊരു സത്യം. പക്ഷേ പ്രസിദ്ധീകരിക്കരുത് എന്ന നിബന്ധനയോടുകൂടി ഒരു സ്വകാര്യ സംഭാഷണം, ആ സംഭാഷണം പത്രത്തിൽ വരുന്നത് എന്റെ കുറ്റമല്ല, അത് മാധ്യമ രംഗത്തെ പ്രവർത്തനത്തിന്റെ ദോഷമാണ്, കുറ്റമാണ്. അതിന് ഉത്തരം പറയേണ്ടത് മാധ്യമ പ്രവർത്തകരും. അല്ല, അതിന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഗോതയിലൊന്നും മത്സരിക്കാൻ പോകില്ല. അത് അങ്ങനെ പിടിക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും അന്നേ പിണറായിക്കില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച്, നാട്ടുകാരോടൊന്ന് അന്വേഷിക്കൂ.
എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിണറായി വിജയന്റെ അഭ്യാസം എന്താണ്, പിണറായി വിജയന്റെ ആരോഗ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തെ കാണുമ്പോ നിങ്ങൾക്കൊരു ഫയൽമാനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോ ഈ ഒരു വിഷയത്തില് പോലെ ഈ ഒരു വിഷയത്തില് ആർക്കും ഇക്കാര്യങ്ങളില് രാഷ്ട്രീയ പ്രവർത്തനം സമാന രീതിയിലുള്ള ആരോപണം ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന BCC ആയിക്കോട്ടെ, അത്തരം വെളിപ്പെടുത്തലുകൾ ആര് നടത്തിയാലും ആ നടത്തിയതിനെ കുറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഏൽപ്പിക്കുക. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാലോ, എനിക്കെന്താ കുഴപ്പം? പാർട്ടിയിനകത്ത് പാർട്ടി വിരുദ്ധരുണ്ടാവില്ലേ? പാർട്ടിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇന്നലെ രാവിലെ വിളിച്ച് പറഞ്ഞു, സംഭാഷണത്തിൽ 2 ദിവസം മുമ്പേ ഞാൻ അദ്ദേഹത്തെ അവരുടെ എഡിറ്ററോടും കൂടെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അക്രമിയെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, RSS ആയി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ഞങ്ങൾക്കറിയാം. അതൊന്നും കാട്ടി എന്നെ വരട്ടണ്ട. അതൊക്കെ CPM-ന്റെയും മാധ്യമരംഗത്തെ CPM മാഫിയയുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എനിക്കറിയാം. ചോദ്യം ചോദിക്കുക, നിങ്ങൾ ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ചോദ്യത്തിന്റെ കടലാസെടുത്ത് മറുപടി വാങ്ങിക്കുക. സ്വന്തം മകൾക്ക് ഭീഷണിയുള്ളത്, ആ ഭീഷണി വന്നത്, അതിനെക്കുറിച്ച് ഒരു മുഖ്യമന്ത്രി പറയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് നോക്കി വായിക്കുക. സ്വന്തം ദുഃഖവും അനുഭവവും നിങ്ങളുമായി പങ്കുവെക്കാൻ എഴുതിയെടുത്ത രേഖയുമായി വേണോ മുഖ്യമന്ത്രിക്ക് നിങ്ങളെ കാണാൻ? ഞാനിപ്പോൾ രേഖ വെച്ചാണോ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലേ? എന്താ 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 അതിനകത്തുള്ള വസ്തുത? പരിശോധിക്കണം നിങ്ങൾ. അതൊക്കെ പാർട്ടി വിട്ടുപോയ ആളുകളാണ്. പ്രകാശ് ബാബു ഒക്കെ, പ്രശാന്ത് ബാബു ഒക്കെ പാർട്ടി വിട്ട് കാലം കുറയായി. നിങ്ങൾ CPM-ന്റെ തണലിൽ ജീവിക്കുക. അദ്ദേഹത്തിന് ജോലി കൊടുത്തത് DCC ഞങ്ങളാ കൊടുത്തത്, ഞാനാ കൊടുത്തത്. പക്ഷെ അദ്ദേഹം എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കൂത്തുപറമ്പില് ഒരു പൊതുയോഗത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വീട്ടിൽ അറേഞ്ച് ചെയ്ത് ഗുണ്ടകൾക്ക് CPM-കാർക്ക് എന്നെ ആക്രമിക്കാൻ അവസരമുണ്ടാക്കി അദ്ദേഹം എന്ന തിരിച്ചറിവ് അറേഞ്ച് ചെയ്ത് ഗുണ്ടകൾക്ക് CPM-കാർക്ക് എന്നെ ആക്രമിക്കാൻ അവസരമുണ്ടാക്കി അദ്ദേഹം എന്ന തിരിച്ചറിവും തെളിവ് വെച്ചുള്ള എന്റെ തെളിവ് സഹിതം മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അന്നു മുതൽ അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധനാണ്. മമ്പറം ദിവാകരൻ അകത്തുമല്ല പുറത്തുമല്ല എന്നാണ് ഇപ്പോഴെനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യം പാർട്ടിക്കകത്താണെങ്കിൽ പാർട്ടിക്കകത്ത് ഞാനത് കൈകാര്യം ചെയ്യാം. എന്താ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏതായി സുഹൃത്ത്? എന്താ ഐഡന്റിഫിക്കേഷൻ പറ. എന്താ വെളുത്തിട്ട് കറുത്തിട്ട് നീണ്ടിട്ട് എന്താ വരുന്നിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നു. എന്നാൽ മനസ്സിലാവൂ, നമുക്കല്ല ഒരുപാട് സുഹൃത്തുക്കളില്ലേ? ആരാണ് ആ സുഹൃത്ത്? ഒരു ആത്മാർത്ഥ സുഹൃത്തേ എനിക്കുള്ളൂ. നിങ്ങളെ പറ്റിയാ പറഞ്ഞ നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. Can you find out it? സാധാരണ മനുഷ്യന് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ആ പറഞ്ഞതിന്റെ ഒക്കെ രത്നചുരുക്കം എന്താ? അദ്ദേഹം പറയുന്നു, അദ്ദേഹം വേറൊരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ ഒരു സെക്കൻഡ് എടുത്തോളാം. ചോദിച്ചോ.
മറുപടിയായിട്ട് ഇങ്ങനെ അന്ന് പ്രസിഡന്റായി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. ഇത് സ്റ്റേജിലെ രാഷ്ട്രീയത്തിന് സന്ദേശം അല്ല, അതിന്റെ അകത്തെ എന്റെ ഭാഗത്ത് എന്ത് പിഴവെന്നത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ തിരുത്തും. ഞാൻ ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ഉന്നയിക്കുന്നതും ആരോപണം, ഞാനല്ലല്ലോ. എന്റെ ഭാഗത്തു നിന്ന് വന്ന അഭിമുഖത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവച്ചില്ലേ? യു ക്യാൻ എൻക്വയറി. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഫ്രാൻസിസ് എന്ന് പറയുന്ന പേരാമ്പ്രയിൽ നിന്നൊരു വിദ്യാർത്ഥി നെല്ലുണ്ടായിരുന്നു. എന്റെ സീനിയറായിരുന്നു ഫ്രാൻസിസ്. അദ്ദേഹം എസ്എഫ്ഐക്കാരുമായി 2 or 3 പരസ്യമായ തല്ലുകൊണ്ടൽ നടന്നിട്ടുണ്ട്. അതിലൊന്ന് പിണറായി സംസാരിക്കാൻ വന്ന ഒരു പബ്ലിക് മീറ്റിംഗിലാണ്. അത് ആ മീറ്റിംഗിൽ വെച്ച് ഫ്രാൻസിസിനെതിരെ വളരെ മോശമായി ഇദ്ദേഹം സംസാരിച്ചപ്പോ ആ പ്രസംഗം കേൾക്കാൻ മുൻപിൽ തന്നെ കാത്തിരുന്ന KSUവിന്റെ ആളുകൾ പിണറായിയെ എതിർത്തിട്ടുണ്ട്. സത്യമാണ് ഇതൊക്കെ. ഇതൊന്നും മറച്ചു വെക്കാൻ ഇതൊക്കെ ഒരു കോളേജ് സംഭവങ്ങളാണ്. അതൊന്നും ഒരു വലിയ, ഞാനതൊരു വലിയ ആനക്കാരിയായിട്ട് കാണുന്നില്ല. കോളേജിൽ ഇതിനപ്പുറത്തൊക്കെ നടക്കും, സ്വാഭാവിക. അതൊന്നും എടുത്തു പൊക്കി നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നടന്നിട്ടുണ്ടാവാം, പക്ഷെ അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ മനസ്സില്ല. അത് യു കെ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം. പാർട്ടിക്ക് അകത്തോ പുറത്തോ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് പറയേണ്ട അല്ല, അത് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് മമ്മറം ദിവാരനെ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യമല്ല, അതൊരു ആഭ്യന്തര കാര്യമാണ്. അത് നിങ്ങൾ പാർട്ടിക്കകത്ത് നിർത്തും. പിന്നെ വളരെ പ്രകടമായി ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. പിണറായി വിജയന്റെ ഏകദേശ ചിത്രമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. മിസ്റ്റർ കണ്ണോത്ത് ഗോപി ഇവിടെ ഇരിക്കുന്നു. പിണറായി വിജയൻ അക്രമത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാ കണ്ണോത്ത് ഗോപി. DCCയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. പറയാലോ? ഗോപി ഇടപെട്ടിരുന്ന് പറയും. പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിണറായി ദിനേശ് BD സൊസൈറ്റിയിൽ 26 ലേബർ തൊഴിലാളികളാണ്. 12 AITCയുടെയും അതുപോലെ തന്നെ 12 INTUCയുടെയും 2 HMSന്റെയും തൊഴിലാളികളെ അവിടെ നിയമനം നടത്തിയിരുന്നു. അന്ന് ആ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ അടിയന്തരാവസ്ഥ കരുതൽ തടങ്കലിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ആ കാലഘട്ടത്തിലാണ് ഈ നിയമനം നടന്നത്. ആ നിയമനം നടന്ന് അതിനുശേഷം 77 കേരളത്തിൽ PKVയുടെ ഭരണം നിലനിൽക്കുന്ന സമയം കേന്ദ്രത്തിൽ മൊറാർജി ദേശായിയുടെ ഭരണം ഉള്ള ആ ഒരു ഘട്ടത്തിൽ ഈ 26 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. 26 പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് നാഷണൽ BD ആൻഡ് സിഗർ വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ, N രാമകൃഷ്ണൻ പ്രസിഡന്റ്. അങ്ങനെ ആ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം അന്ന് കാലത്ത് 10 മണിക്കായിരുന്നു. ആ 10 മണിക്ക് വലയമ്പലം ബസാറിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. വലയമ്പലം ബസാറിന്ന് വെണ്ടിട്ടായി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടത്ത് ഭാഗത്ത് ഉള്ള ഇപ്പോഴത്തെ ഒരു ബസ് ഷെൽട്ടറാണ്. അവിടെ ഞാനും മിനിഞ്ഞാന്ന് മരണപ്പെട്ട സുരേന്ദ്രബാബു എന്ന ബാബു മാസ്റ്റർ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു 10-30 പേര് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആയുധധാരികളായിട്ടുള്ള ആളുകൾ വന്നത്. അങ്ങനെ പിണറായി വിജയൻ മുമ്പിലുണ്ട്, കൊടുവാൾ അയാളെ കയ്യിലുണ്ട്. ആ കൊടുവാള് ഉയർത്തിക്കൊണ്ടാണ് താനാണോടോ ജാഥാ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ കൊടുവാൾ കൊണ്ടെടുത്ത് വെട്ടുകയും
ആ കഴുത്തിനുള്ള വെട്ട് ഞാൻ അത് കൈകൊണ്ട് തടുത്തപ്പോഴുണ്ടായ മുറിവാണിത്. ആ അന്നത്തെ സമയം അന്ന് AITC-യുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദൻ അദ്ദേഹമാണ് ആ ജാഥയുടെ ഉദ്ഘാടകൻ.